കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 17-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്നേ ദിവസം നിങ്ങളിലും നിങ്ങളുടെ കുടുംബങ്ങളിലും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളിലും ദൈവ സാന്നിധ്യവും സമാധാനവും നിറയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഭാരപ്പെട്ടിരിക്കുന്ന നിങ്ങളുടെ മനസ്സുകളിൽ ആശ്വാസമായി ദൈവത്തിന്റെ പ്രകാശം കടന്നു വരട്ടെ. നിങ്ങളുടെ ഒറ്റപ്പെട്ട അവസ്ഥകളിൽ ദൈവത്തിന്റെ സമാധാനം കടന്നു വരട്ടെ. സ്നേഹമുള്ളവരെ, ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കുവാൻ ആഗ്രഹിക്കാത്ത കർത്താവ് ലോകം രക്ഷ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഒരു വ്യക്തി പോലും നശിച്ചു പോകുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല. ദൂതന്മാരെക്കാൾ അല്പം താഴ്ത്തപ്പെട്ടവനായി മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ആ മനുഷ്യൻ നന്നായിരിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. സ്നേഹമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തുവിൽ നാം വിശ്വസിക്കുകയാണെങ്കിൽ, സത്യത്തിലും ആത്മാവിലും നാം ആരാധിക്കുകയാണെങ്കിൽ, അവിടുന്ന് നമ്മെ രക്ഷിക്കുവാൻ, സഹായിക്കുവാൻ, ആശ്വസിപ്പിക്കുവാൻ കടന്നു വരും. അതുകൊണ്ട് യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനം വ്യക്തമാക്കുന്നു: എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്ന കർത്താവായ യേശുവിന്റെ തിരുസന്നിധിയിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ നിത്യമായ സ്നേഹത്തിൽ അവിടുന്ന് എന്നെ സ്നേഹിച്ചു, അമ്മയേക്കാൾ ഏറെ സ്നേഹിച്ചു. ഈ ലോകം നൽകുന്ന സ്നേഹത്തെക്കാളും അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ചു. ഓ യേശുവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. നിത്യ സ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യ സ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. അമ്മയേകിടും സ്നേഹത്തേക്കാൾ, ഓ എൻ്റെ യേശുവേ, ലോകം നൽകിടും അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ. ആമേൻ, ഹല്ലേലൂയ. സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ. കർത്താവേ, അങ്ങയുടെ രക്ഷയിൽ പങ്കുചേരുവാനായി ഇന്ന് എന്നെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ഹിതം പോലെ ജീവിക്കുവാൻ ഇന്ന് ഓരോ കുടുംബങ്ങളെയും ഈശോയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ. നിത്യരക്ഷയാൽ എന്നെ രക്ഷിച്ചു, നിത്യരക്ഷയാൽ എന്നെ രക്ഷിച്ചു. ഏകരക്ഷകൻ യേശുവിനാൽ, ആമേൻ, ഹല്ലേലൂയ. ലോകരക്ഷകൻ യേശുവിനാൽ, നിൻഹിതം ചെയ്യുവാൻ അങ്ങേ പോലാകാൻ, നിൻഹിതം ചെയ്യുവാൻ അങ്ങേ പോലാകാൻ എന്നെ നൽകുന്നു പൂർണ്ണമായി. മോദമോടിത പൂർണ്ണമായി. കർത്താവായ യേശുവേ, കളങ്കമില്ലാത്ത അങ്ങയുടെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ.
കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. പൂർണ്ണ മനസ്സോടുകൂടി അവിടുത്തെ സന്നിധിയിലായിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അവിടെ നിന്ന് സംരക്ഷിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യനാടതിൽ എന്നെ ചേർക്കുവാൻ, നിത്യനാടതിൽ എന്നെ ചേർക്കുവാൻ മേഘത്തേരകിൽ വന്നിടുമേ. യേശുരാജനായി വന്നിടുമേ. ആരാധിച്ചിടും യേശുവേ, കുമ്പിട്ടിടും ഞാൻ, ആരാധിച്ചിടും കുമ്പിട്ടിടും ഞാൻ സ്വർഗനാടതിൽ യേശുവിനെ. ആമേൻ. സത്യദൈവമാം യേശുവിനെ. ഹല്ലേലൂയ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. അമ്മയേകിടും സ്നേഹത്തേക്കാൾ ലോകം നൽകിടും സ്നേഹത്തേക്കാൾ അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ. അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ. യേശുവേ, സ്തോത്രം ചെയ്യുന്നു. സത്യസാക്ഷിയായി ജീവിക്കും. കർത്താവേ, അങ്ങേക്ക് മഹത്വം. ഇന്ന് കർത്താവിൻ്റെ സ്നേഹത്താൽ നാം നിറയപ്പെടുകയും അതുവഴി ദൈവ അനുഗ്രഹത്തിന് പങ്കുകാരാവുകയും ചെയ്യട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.